ആലപ്പുഴയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ രക്തസാക്ഷിയായിട്ടുണ്ട്. ജി സുധാകരൻ എന്ന് പറയുന്ന ആൾ വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, കുട്ടനാട് താലൂക്ക് സെക്രട്ടറി ആയിരുന്നു, MLA ആയി, മന്ത്രിയായി വളരെ മനോഹരമായ രീതിയിൽ പ്രവർത്തിച്ച ആളാണ്. ആകപ്പാട് അദ്ദേഹത്തിനുള്ളൊരു കുറവ്, ദീർഘകാലം അദ്ദേഹം VS-ൻ്റെ കൂടെയായിരുന്നു. അതിപ്പോൾ തെക്കൻ കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം പേരും തോമസ് ഐസക് അടക്കമുള്ള MA ബേബി അടക്കമുള്ള തെക്കൻ കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും VS-ൻ്റെ കൂടെ ആയിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാലാകാലങ്ങളായി മാറി 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 അപ്പുറത്തേക്ക് പോയതാണ്, പിണറായി കൊണ്ടുപോയതാണ്. ബാക്കി ഇതെല്ലാം VS-ൻ്റെ കൂടെ ആയിരുന്നു. MA ബേബി VS-ൻ്റെ അടുത്ത ആളായിരുന്നു. തോമസ് ഐസക്കൊക്കെ വളരെ വലിയ VS-ൻ്റെ പിന്നെ മെഗാഫോണായിരുന്നു. പക്ഷേ അതെല്ലാം മാറി വളരെ കൃത്യമായിട്ട് സുധാകരൻ VS-ൻ്റെ ഗ്രൂപ്പും എല്ലാം കളഞ്ഞ് ഒരു ഗ്രൂപ്പൊന്നും ഇല്ലാതെ പിണറായിയുമായിട്ടൊക്കെ ചേർന്ന് പോകുക. എവിടെ വെച്ചാണ് ഇത് തെറ്റിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ് നമുക്ക് കൃത്യം മനസ്സിലാവാത്തത്. പിണറായിയും സുധാകരനും തമ്മിൽ എവിടെയോ വെച്ച് തെറ്റി. എന്തായാലും ഒരു കാര്യം, സുധാകരൻ 70 വയസ്സായി പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് കളഞ്ഞു. അങ്ങനെയുണ്ടോ? സംസ്ഥാന കമ്മിറ്റികൾ തുടരാൻ അനുവദിക്കണ്ടേ? സംസ്ഥാന കമ്മിറ്റിയുടെ എണ്ണം കൂട്ടുകയോ അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിൽ തന്നെ മറ്റൊരു ഉപദേശ സമിതി എന്നെങ്ങാനും പറഞ്ഞിട്ട് 70 കഴിഞ്ഞവരെ ഒക്കെ അതിനകത്ത് നിലനിർത്തി അവരുടെ സേവനം പാർട്ടി ഉപയോഗിക്കണ്ടേ? പോട്ടെ, അതെല്ലാം പോട്ടെ. താഴെത്തട്ടിൽ പുന്നപ്ര വേലാർ സമരത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഒക്കെ വാർഷികം നടക്കുന്ന സ്ഥലത്തെങ്കിലും വിളിച്ചൊരു യോഗത്തിലെങ്കിലും ഇരുത്തി സംസാരിപ്പിക്കണ്ടേ? അതുപോലും ചെയ്യാതെ സംസ്ഥാന കമ്മിറ്റി നേരെ എടുത്ത് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് കളയുന്നു. ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു സാധാരണ മെമ്പറായ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർക്ക് എന്ത് ചെയ്യാനാണുള്ളത്? ഒന്നും ചെയ്യാനില്ലാത്ത രീതിയിൽ സുധാകരനെ തേച്ചൊട്ടിച്ചു. എന്നിട്ട് സുധാകരൻ എവിടെയെങ്കിലും ഒരു 70 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ പൊതുപ്രവർത്തകനാണ്. ആരെങ്കിലും വിളിച്ച് വല്ല പരിപാടിക്ക് പോവുകയാണെങ്കിൽ അത് സംഘി കൊങ്ങി സുഡാപ്പി അവിടെ പോയി ഇവിടെ പോയി, കോൺഗ്രസിൻ്റെ പരിപാടിക്ക് പോയി, പ്രിയദർശിനിയുടെ പബ്ലിക്കേഷനിൽ പോയി, അങ്ങനെ ആ അമ്പലത്തിൽ പോയി, ഉത്സവത്തിന് പോയി എന്നൊക്കെ പറഞ്ഞ് യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത സാധാരണ സഹാക്കളെ കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ബോധമോ ന്യൂജൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് ബോധമില്ല, ത്യാഗമില്ല, ബുദ്ധിമുട്ടില്ല, പുന്നപ്രയില്ല, വയലാറില്ല, സമരമില്ല, ഒന്നുമില്ല. ഇങ്ങനെ സ്പൂൺ ബേബിയെ പോലെ വന്നു, സിൽവർ ബേബിമാരും ഗോൾഡൻ ബേബിമാരെ പോലെ വന്നു, പാർട്ടി പ്രവർത്തിക്കുന്നു. 4 ദിവസം കഴിയുമ്പോൾ SFI, പിന്നെ DYFI, പിന്നെ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പിന്നെ MLA, ഇങ്ങനെ അല്ലെങ്കിൽ ബോർഡിൻ്റെ കമ്മിറ്റി ചെയർമാൻമാർ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അമ്പല കമ്മിറ്റി, ബിസിനസ് അസോസിയേഷൻ, ഇങ്ങനെ പാർട്ടി തന്നെ ഒപ്പിച്ചു കൊടുക്കുന്ന സഹകരണ സംഘം ഏതിലെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ ഒപ്പിക്കുക, സുഖമായിട്ടങ്ങ് ജീവിക്കുക. സുഖമല്ലേ? വളരെ സുഖമല്ലേ? ചെറിയ പ്രായത്തിലെ പല പോസ്റ്റുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സുഖമായിട്ട് പോകുന്നവർക്ക് എന്ത് ത്യാഗം, എന്ത് കമ്മ്യൂണിസം, എന്ത് സുധാകരൻ. അപ്പോഴാണ് ജി സുധാകരൻ വളരെ കൃത്യമായിട്ടൊരു ബഹളമൊക്കെ ഉണ്ടാക്കി, ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പർഷിപ്പ് പുതുക്കില്ലാതിരുന്നപ്പോഴാണ് ഇന്നിപ്പോൾ CS സുജാതയും പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗവും അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ടുണ്ട്. ഗംഭീർ ഗോവിന്ദൻ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല. പിണറായി വിജയൻ വിളിക്കാനോ കാണാനോ ഉള്ള സാധ്യത, ചിലപ്പോൾ നേരിട്ട് പോയി കാണാനുള്ള പിണറായി ഇനി ഒന്നുകൂടെ ജനിക്കണം, അങ്ങനെ ഒരു സാധ്യതയൊന്നുമില്ല. പക്ഷേ ഫോണിൽ ചിലപ്പോൾ പിണറായി വിളിച്ചേക്കാം. അല്ല, ആലപ്പുഴ വഴി പോകുമ്പോൾ ചിലപ്പോൾ കയറിയാലും അത്ഭുതമില്ല. കാരണം പിണറായിക്ക് 3ാം ഗവൺമെൻറ് വരാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം പോയാലും അത്ഭുതമില്ല. എന്തായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വളരെയധികം ജെന്റിൽമാനായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിരുന്നു. വിപ്ലവ സൂര്യൻ എന്നൊന്നും പറയാൻ കഴിയില്ല. കാര്യം വിപ്ലവമൊന്നും പുള്ളി നയിച്ചില്ല. പുള്ളി ഇപ്പുറത്തേക്ക് വരെ ഇപ്പം VS അച്യുതാനന്ദനോ അല്ലെങ്കിൽ പഴയ EMS അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ കുറേ കൂടി സമരമൊക്കെ നയിച്ചിട്ടുണ്ട്. ഇതിന് അങ്ങനെ വലിയ സമരവും നയിച്ചിട്ടില്ല. SFI, KSYF, പിന്നെ സ്റ്റുഡൻസ്, പിന്നെ KSF എന്നൊക്കെ പറയുന്ന കേരള സ്റ്റുഡൻസ് യൂണിയനും ഫോറം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ KSF-ലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ചുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ 70 വയസ്സായ ആളിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞല്ലോ കേരളത്തിൽ, ഇന്ത്യക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ത്യാഗത്തിൻ്റെ അവസരമില്ലായിരുന്നു. എന്നാൽ നല്ല മനോഹരമായിട്ട് ഒരുപാട് പ്രവർത്തിച്ചിരുന്ന ആളാണ്, മാന്യനാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണ ശാപം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഈ ബ്രാഹ്മണന്മാരും നമ്പൂതിരിമാരും ശപിച്ചാൽ ഏക്കും, സ്ത്രീകളും ശപിച്ചാൽ ഏക്കും എന്നാണ്. ഒരു സ്ത്രീ ശാപവും കിട്ടിയിട്ടുണ്ടാകാം, ഒരു ബ്രാഹ്മണ ശാപവും കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇദ്ദേഹം ഈ ശബരിമല സീസൺ വന്നപ്പോൾ ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം അമ്പലങ്ങളിലൊക്കെ പലയിടത്തും പോകേണ്ടി വരുമല്ലോ. അങ്ങനെ ചെന്നപ്പോൾ ഈ നമ്പൂതിരിമാർ മുണ്ടുടുത്തിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ കോണകമുണ്ടോ, അല്ലെങ്കിൽ കോണകം പലരും ഉടുത്തിരിക്കുന്ന കോണകം പുറത്ത് കാണാം, അങ്ങനെ ഒക്കെ പറഞ്ഞ് അവരെ കളിയാക്കി. ശരിക്കും അവരുടുക്കുന്ന അവരൊരു പിന്നെ ഷർട്ട് ഇടാറില്ല, അമ്പലത്തിൽ ഒരു പോറ്റി ഷർട്ട് ഇടാറില്ല.
പിന്നെ സാധാരണ മുണ്ടാണ് ഉടുക്കുന്നത്, പുതിയ മുണ്ടാണ് ഉടുക്കുന്നത്. അപ്പോൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ കണ്ടെന്നും കണ്ടില്ല എന്നൊക്കെ വരും. അത് പുരുഷന്മാരല്ലേ, അത് പിന്നെ അങ്ങനെ ഒരു സ്ത്രീകളൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ അതിനകത്തൊരു സെക്ഷൽ ലൈനൊന്നും കാണേണ്ട കാര്യമില്ല. സ്ത്രീകളാണല്ലോ കൂടുതൽ കുറച്ചുകൂടി ശരീരമൊക്കെ അവർ കുറച്ചുകൂടി കൃത്യമായി അവർ കവർ ചെയ്തൊക്കെ ഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകളാണ്. പുരുഷന്മാർ അങ്ങനെ ചെയ്യാറില്ല. മുന്നേ കർഷകരും മറ്റേ പോലെ ജോലി ചെയ്യുന്നവരൊക്കെ മുണ്ട് മടുത്തുടുക്കാറുണ്ട്, മുട്ടിന് താഴോട്ടുള്ള കാല് കാണിക്കാറുണ്ട്. പിന്നെ അവർ ഷർട്ട് ഇടാതെയൊക്കെ പോകാറുണ്ട്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ പലയിടത്തും ഷർട്ട് ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ശരീരം പലപ്പോഴും പുറത്ത് കാണാറുണ്ട്. അപ്പോൾ അത് സ്ത്രീകൾ അങ്ങനെ അല്ലല്ലോ. പക്ഷെ അത് ഒന്നും മനസ്സിലാക്കാണ്ട് ഒരു ബഹളം സുധാകരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രാഹ്മണ ശാപമോ നമ്പൂരി ശാപമോ ഉണ്ടോ, പോറ്റിമാരുടെ ശാപം ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും സുധാകരൻ പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ പെർഫെക്റ്റായ സുധാകരനെ എന്തിനെടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ അധികാരമോഹിയാണെന്നൊന്നും പറയുന്നതിനകത്തൊരു കാര്യമില്ല. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിൽക്കും. ഞാൻ കമ്മ്യൂണിസ്റ്റത്തിൽ നിൽക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല, പുറത്താക്കുമല്ലോ. സ്വാഭാവികമായിട്ട് പി കെ ശശിയെ പുറത്താക്കുമല്ലോ, പുറത്താക്കും. അപ്പോൾ പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കും. അവിടെ UDF സ്ഥാനാർത്ഥി നിർത്തുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. UDF നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ UDF നിർത്താതെ വന്നാൽ, സ്വാഭാവികമായി സ്ഥാനാർത്ഥി നിർത്താതെ വന്നാൽ സുധാകരൻ ജയിക്കുമോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. സുധാകരൻ BJPയിലേക്ക് പോകുമെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. PK കൃഷ്ണദാസ് BJPയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കോൺഗ്രസിൽ പോകില്ല എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. ഒന്നുകിൽ സുധാകരൻ കോൺഗ്രസിൽ പോകും, അല്ലെങ്കിൽ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കും. ഇനി പിണറായി വിജയൻ വിളിച്ചാലും സുധാകരന് സീറ്റ് കൊടുക്കാതിരുന്നാൽ സുധാകരൻ തീർച്ചയായിട്ടും പോകുന്ന പ്രശ്നമില്ല. അത് സീറ്റിന് വേണ്ടിയിട്ടല്ല കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തെ പീഡിപ്പിച്ചതും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കറിവേപ്പില പോലെ എടുത്ത് പുറത്ത് കളയുകയും ചെയ്യുന്നത് കാണുമ്പോഴുണ്ടാകുന്ന സങ്കടം കൊണ്ടും, ഇങ്ങനെ ഒരുപാട് കറിവേപ്പിലകൾ ഇങ്ങനെ പുറത്ത് വരുന്നു. തോമസ് ഐസക്ക് എന്ത് തെറ്റ് ചെയ്തു? അതുപോലെ വേറെ കുറച്ചുകൂടെ ശാപവും പാപവും ഒക്കെ ഉണ്ട്, അത് പോട്ടെ, അത് വേറൊരു വിഷയമാണ്. നമുക്ക് വേറെ അവസരത്തിൽ തോമസ് ഐസക്കിനെ കുറിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം അടുത്തു നിന്ന് കാണാൻ കഴിഞ്ഞിട്ടൊരു വ്യക്തിയാണ് ഞാൻ കൂടെ. കാരണം അദ്ദേഹം ചെറിയ പ്രായത്തിലെ എർത്ത് സയൻസിൽ വന്ന കാലം മുതൽ എനിക്കറിയാം. പോട്ടെ, അത് നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇവിടെ എന്തായാലും സുധാകരൻ വളരെ കൃത്യമായൊരു നേതാവാണ്, ശക്തനാണ്, ആലപ്പുഴയിൽ ശക്തനാണ്. അദ്ദേഹം അവകാശപ്പെടുന്നത് എവിടെ നിന്നാലും ജയിക്കുമെന്നാണ്. ആലപ്പുഴയിൽ 9 മണ്ഡലത്തിൽ എവിടെ, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സുധാകരൻ വളരെ പ്രധാനപ്പെട്ട സീനിയർ നേതാവാണ്. അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട്. സുധാകരൻ UDFയിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അമ്പലപ്പുഴയിൽ സുധാകരൻ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിച്ചതിന് ശേഷം UDFിൻ്റെ പിന്തുണ, UDFിനോട് കാൻഡിഡേറ്റ് ഉണ്ടാവില്ല, പിന്തുണ നേടും. അങ്ങനെ വീണ്ടും സുധാകരൻ അസംബ്ലിയിൽ വരുമോ?